ഇന്നിപ്പോൾ നമുക്കൊരു സെൻറ്റാങ്കിൾ ആർട്ടായാലോ? ആദ്യം ഞാൻ വരച്ചിരിക്കുന്ന പോലെ ഈ പാറ്റേൺസ് പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കുക. ശേഷം നമുക്ക് സ്കെച്ച് പെൻ ഉപയോഗിച്ച് അത് കളർ ചെയ്ത് തുടങ്ങാം. ഒന്നിടവിട്ട കളറുകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഞാനിവിടെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് ഇതിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ കളറുകളും കൊടുക്കാം. അങ്ങനെ കളർ ചെയ്ത് നമുക്കിപ്പോൾ ഒരു ലുക്കില്ലെന്ന് തോന്നും, പക്ഷേ അവസാനമായപ്പോഴേക്ക് നല്ല ലുക്കാവും. അതുമാത്രമല്ല, നമുക്ക് നല്ലൊരു സ്ട്രെസ് ഫ്രീ ആയിരിക്കും. ഞാനിവിടെ ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും യെല്ലോയും ഓറഞ്ചുമാണ്, എല്ലാം ലൈറ്റ് ഷെയ്ഡുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബ്രഷ് പെൻസ് ഉപയോഗിച്ചാണ് കളർ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ എല്ലാ പാറ്റേൺസും കളർ ചെയ്ത ശേഷം ഞാനിവിടെ 3 രൂപ പേനയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപയോഗിച്ച് ഇതുപോലെ വരച്ചു കൊടുക്കുക. ഒരു ഡോട്ടിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും വരയ്ക്കുക. ഇപ്പോൾ ഒരു ലുക്കില്ലെങ്കിലും അവസാനമാകുമ്പോഴേക്കും ലുക്കാവും കേട്ടോ. അങ്ങനെ എല്ലാ കോളത്തിലും ഇതുപോലെ വരയ്ക്കുക. അങ്ങനെ വരച്ച ശേഷം നമ്മൾ ആദ്യം വരച്ച ഔട്ട്ലൈനില്ലേ, ആ ഔട്ട്ലൈനിനും ഈ പേന ഉപയോഗിച്ച് വരയ്ക്കുക. എന്നിട്ട് നമുക്ക് അവസാനമായിട്ട് ബ്രഷ് പെന്നിലെ സിൽവർ കളർ ഉപയോഗിച്ച് ഇതിനെയൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കാം. അത്രയേ ഉള്ളൂ. നമ്മൾ സെൻറ്റാങ്കിൾ ആർട്ട് ഇവിടെ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ.